നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടകാമ്പാലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായി പരാതി. സ്രായിൽ വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ 19 വയസ്സുള്ള സഞ്ജയിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ചിറയങ്ങാട് സ്വദേശികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സഞ്ജയിന്റെ വീട്ടിൽ അക്രമി സംഘം എത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ സഞ്ജയിനെ വടികൊണ്ടും കൈകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മർദ്ദനത്തിന് ശേഷം വീടിന്റെ മുൻഭാഗത്തെ ജനൽ ചില്ലുകളും പ്ലാസ്റ്റിക് കസേരകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളും അക്രമി സംഘം അടിച്ചു തകർത്തു. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് പ്രതികൾ ബൈക്കുകളിൽ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടത്. മർദ്ദനമേറ്റ സഞ്ജയ് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. പ്രതികളായ ആദിത്യൻ, ദേവപ്രസാദ്, ദീപക് എന്നിവർ BJP പ്രവർത്തകരാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് കുറച്ചുകാലമായി ഇലക്ട്രിക് പോസ്റ്റുകളിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴുണ്ടായ ആക്രമണമെന്ന് കരുതുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഗുരുവായൂരിൽ ആവേശം പകർന്ന NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ റോഡ് ഷോ. മഞ്ജുളാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ പടിഞ്ഞാറേ നടവഴി ചാവക്കാട് നഗരം ചുറ്റി തിരിച്ച് ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു മുന്നിൽ സമാപിച്ചു. NDA നിയോജകമണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജകമണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, നേതാക്കളായ രാജൻ തറയിൽ, KR ബൈജു, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെമ്മന്തേട്ട ശ്രീ മഹാദേവ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാസന്ധ്യയ്ക്ക് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലു നിർവഹിച്ചു. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചത് ദേശത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെയും സാഹോദര്യ സ്നേഹത്തിന്റെയും മാതൃകയായിട്ടാണ് കാണുന്നതെന്ന് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒമർ പറഞ്ഞു. ചടങ്ങിൽ തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് വിശിഷ്ടാതിഥിയായി. 8 പതിറ്റാണ്ടിലെ ചെണ്ടവാദി കലാരംഗത്തെ നിറസാന്നിധ്യവും ക്ഷേത്രത്തിലെ മേളപ്രമാണിയുമായ ചെമ്മന്തിട്ട ശങ്കരൻ നായരെ മംഗളപത്രം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്രക്ഷേമസമിതി ജോയിന്റ് സെക്രട്ടറി MP ഹരി രചനയും നിരഞ്ജന പത്മനാഭൻ സംഗീതവും CS സൌമയും നിരഞ്ജനയും ചേർന്ന് ആലപിച്ച ഹരശങ്കരനാഥം എന്ന ശിവഭക്തി ഗാനത്തിന്റെ വീഡിയോ ലോഞ്ചിങ്ങും നടന്നു. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ശിവപാദത്തോടണയ പരമേകുക ശിവനേ ശിവ 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 ശങ്കരായ ഹര 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 ശങ്കരായ ശിവപാദത്തോടണയാൻ വരമേകുക ശിവനേ ശിവപാദത്തോടണയാൻ. ക്ഷേത്രക്ഷേമസമിതി പ്രസിഡന്റ് രാജൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി രാജേഷ്, ജോയിന്റ് സെക്രട്ടറി MP ഹരി, ട്രഷറർ അനിൽ നമ്പീശൻ, ഊരായ്മ ദേവസ്വം മാനേജർ MS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശങ്കരൻ നായർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണാർത്ഥം വട്ടമ്പാടം മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം സ്ഥാനാർത്ഥി AC മൊയ്തീൻ നിർവഹിച്ചു. കൌൺസിലർ NA ഷനോഫ് അധ്യക്ഷത വഹിച്ചു. LDF നിയോജകമണ്ഡലം സെക്രട്ടറി MN സത്യൻ, അർബൻ ബാങ്ക് പ്രസിഡന്റ് KA അസീസ്, ലോക്കൽ സെക്രട്ടറി GK ജിന്നി, ഏരിയ കമ്മിറ്റി അംഗം PG ജയപ്രകാശ്, കൌൺസിലർ രുദ്ര രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വട്ടമ്പാടം മേഖലയിലെ നിരവധി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചിറളയം ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളരിപ്പൂജ മഹോത്സവം നടത്തി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് തേലക്കാട്ട് മനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശരവണൻ സ്വാമി സഹകാർമ്മികനായി. പാമ്പിൻകാവിൽ പാലും നൂറും കൊടുക്കൽ ചടങ്ങും ഉണ്ടായി. വൈകിട്ട് 6 മണിക്ക് നിറമാല ചുറ്റുവിളക്ക്, തായമ്പക, തുടർന്ന് 7 മണിക്ക് താലത്തിന്റെയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ പാൽക്കുടം എഴുന്നള്ളിപ്പുണ്ടായി. വടക്കും വാതിൽക്കൽ ഗുരുതി സമർപ്പണത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ സത്യൻ, രാജൻ, രൺദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് മണികണ്ഠേശ്വരം ഉമാമഹേശ്വര ക്ഷേത്ര കലാസമിതി ഏർപ്പെടുത്തിയ 20ാമത് ഉമാമഹേശ്വര കലാ പുരസ്കാരം സമ്മാനിച്ചു. ക്ഷേത്രത്തിലെ നക്ഷത്രക്കാവിൽ നടന്ന ചടങ്ങ് പ്രമുഖ കലാപ്രവർത്തകനും എഴുത്തുകാരനുമായ
EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ചെയർമാൻ P. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നിരൂപകൻ MC രാജനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. വില്ലിന്മേൽ തായമ്പക കലാകാരൻ കലാമണ്ഡലം പ്രൊഫസർ രാജൻ ഗുരുവായൂർ, നാഗപ്പാട്ട് കലാകാരൻ ചൂണ്ടൽ സുധർമ്മൻ, മരംകുട്ടിപ്പാട്ട് കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ്, സാമൂഹിക ക്ഷേത്രാനുബന്ധ നവീകരണ പ്രവർത്തകൻ നമ്പാടൻ രാജേഷ് എന്നിവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ശ്രീകൃഷ്ണ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ MK ഹരിനാരായണൻ, PG വനഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ശ്രീജിത്ത് കൽപ്പുഴ, വാർഡംഗങ്ങളായ അശോകൻ എടക്കാട്ട്, റുക്മ്യ സുധീർ, ഉണ്ണി കള്ളൂർ, സുധീഷ് അമരായിൽ, MS അശോകൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് KM ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി വികാസ് എടക്കാട്ട് നന്ദിയും പറഞ്ഞു. തുടർന്ന് നാഗപ്പാട്ട്, മരംകുട്ടിപ്പാട്ട് എന്നിവ നടന്നു. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.